ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ലൂക്കേനെയും ഈസേനും എൻ്റെ 2 പട്ടിക്കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന സ്റ്റോറി കണ്ടപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു എവിടെ പോവുകയാണെന്ന്. അപ്പം ഇതാണ് അതിനുള്ള ഉത്തരം. ഞങ്ങൾ കറുകച്ചാലിൽ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയതായിരുന്നു. കാരണം ഇതുങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇതുങ്ങൾ പട്ടിണിയാവും. കാരണം ആ ചെറുതിനെ കണ്ടത് 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവനെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഇവന് ഭയങ്കര ഇഷ്ടമാണ്, സർക്കിട്ടൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നമ്മളവിടെ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഒരു പടക്കക്കടയിൽ കയറി. എന്നിട്ട് ക്രിസ്മസ് കഴിഞ്ഞു എന്നിരുന്നാൽ പോലും നമ്മൾ പടക്കമൊക്കെ വാങ്ങിച്ച് സന്തോഷമായിക്കോട്ടെ എന്നോർത്ത് പടക്കമൊക്കെ വാങ്ങിച്ച് പിന്നെ പോണ വഴിക്ക് അവർക്ക് സിപ്പപ്പ് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലൂക്കയ്ക്ക് കൊടുക്കാൻ, ആദ്യത്തെ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷേ പട്ടിക്ക് ചോക്ലേറ്റ് നല്ല ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാനത് കഴിച്ചു. അങ്ങനെ നമ്മൾ വീടെത്തി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കതക് തുറക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ചേച്ചി വന്ന് കഥയൊക്കെ തുറന്നു തന്നു. കുഞ്ഞിപ്പെണ്ണി നോക്കുകയാണ് കേട്ടോ ആരാ വന്നേക്കുന്നത്. നമ്മൾ ആദ്യം ഒന്ന് വണ്ടടിച്ച് പിന്നെ ഭയങ്കര സന്തോഷമായി. നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര തുള്ളൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഉദ്ദേശം മൊത്തമായിട്ട് ഫോട്ടോ എടുക്കുക, അതാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പടക്കമൊക്കെ കത്തിച്ചു. മത്താപ്പും പിന്നെ ചക്രവും പിന്നെന്താ കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ സൂക്ഷിച്ച് ഞാനെല്ലാം കത്തിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാനിരുന്നു. കഴിച്ച് ഇങ്ങനെ നമ്മൾ വാരി കൊടുത്താലൊന്നും കഴിക്കില്ല. ഇതേപോലെ കൈയൊക്കെ കഴുകി വന്നിട്ട് ഇങ്ങനെ പെറുക്കി തിന്നുള്ളൂ. അതാണ് അവളുടെ മെയിൻ ഹോബി. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യും കേട്ടോ. ബോട്ടിലാട്ടിൽ പുള്ളി ക്ലേയിലൊക്കെ വെച്ച് സ്വന്തമായിട്ട് ചെയ്ത് നല്ല കഴിവുള്ള ആളാട്ടോ. പുള്ളി സ്വന്തമായിട്ട് പുള്ളി വരയ്ക്കുകയും ചെയ്യും നന്നായിട്ട്. ഈ പൂവൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഇവളുടെ അടുക്ക വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഇവളായിട്ട് കുറുമ്പ് കാണിക്കുക, ഇതൊക്കെയാണ്. ഞാനായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആട്ടോ ഇവൾക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ ദിവ്യാക്കച്ചയായിട്ട് അത്രയും വലുതായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അക്കച്ചയായിട്ട് വേറൊരു ബോണ്ടാണ് ഇവൾക്ക്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവൾക്ക് എന്തിട്ടാണ് നമ്മൾ പോകുകയെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകാനുള്ളൊരിത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾക്ക് അറിയാം പോകുവാണ്, എല്ലാവരും ഒരുങ്ങുന്നുണ്ട്, വണ്ടി എടുത്തു. പട്ടിക്കുഞ്ഞുങ്ങളകത്ത് കയറ്റിയപ്പോൾ തന്നെ മനസ്സിലായി. പുള്ളിക്ക് പിന്നെ ഭയങ്കര വിഷമായി, കാറ് പൊളിച്ച് വിങ്ങി ചുണ്ടൊക്കെ പോകേണ്ട കരയുമ്പോഴത്തേക്കും അവളുടെ ചുണ്ടൊക്കെ ഇങ്ങനെ മലന്ന് പോകണമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. അവളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾക്ക് ഞാനിങ്ങനെ എടുക്കും എന്നൊക്കെ. കുറേ നേരം നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കണമായിരുന്നു. ചിണുങ്ങി പിന്നെയും കരയായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് തന്നെയാണ്, പിന്നെയും കാണാമെന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ പോന്നു.